ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം. എ നിശാന്തത, ബി വായ്പുണ്ണ്, സി സ്കർവി, ഡി കണരോഗം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം. ഉത്തരം ഡി കണരോഗം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം കണരോഗം. ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ഭൂമിയുടെ കേന്ദ്രത്തിൽ, ബി ധ്രുവ പ്രദേശങ്ങളിൽ, സി ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ, ഡി ഭൗമോപരിതലത്തിൽ നിന്നും എച്ച് ഉയരത്തിൽ. ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ധ്രുവ പ്രദേശങ്ങളിൽ. ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ധ്രുവ പ്രദേശങ്ങളിൽ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് ഡാഷ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് ഡാഷ്. പ്രതലബലം, ബി അഡ്ഹീഷൻ ബലം, സി ശ്യാനബലം, ഡി കൊഹിഷൻ ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് ഓപ്ഷൻ സി ശ്യാനബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് ശ്യാനബലം. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വേഗത, ബി പ്രവേഗം, സി ത്വരണം, ഡി ആക്കം. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ വേഗത. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വേഗത. ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ഓപ്ഷൻ എ വിജയ് ശർമ്മ, ബി അജയ് ശർമ്മ, സി വിജയ് ബംഗ, ഡി അജയ് ബംഗ. ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ഉത്തരം ഓപ്ഷൻ ഡി അജയ് ബംഗ. ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ഉത്തരം ഓപ്ഷൻ ഡി അജയ് ബംഗ. 2023 സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ എ പി സച്ചിദാനന്ദൻ, ബി കെ സച്ചിദാനന്ദൻ, ഡി പെരുമ്പളവം ശ്രീധരൻ, ഡി ബെന്യാമിൻ. 2023 സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ സി പെരുമ്പളവം ശ്രീധരൻ. 2023 സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ സി പെരുമ്പളവം ശ്രീധരൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1 സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 2 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും ഉണ്ട്. 3 മൂലകങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. 4 ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും ഉണ്ട്. മൂലകങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ഓപ്ഷൻ എ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ്, ബി ലോതർ മേയർ, സി അലക്സാണ്ടർ ന്യൂലാൻഡ്സ്, ഡി ഹെൻറി മോസ്ലി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഹെൻറി മോസ്ലി. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും ഉണ്ട്. മൂലകങ്ങളെ ആറ്റമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ഉത്തരം ഓപ്ഷൻ ഡി ഹെൻറി മോസ്ലി. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ഓപ്ഷൻ എ ബോയിൽ നിയമം, ബി ചാൾസ് നിയമം, സി ജൂൾ നിയമം, ഡി അവോഗാഡ്രോ നിയമം. ഉത്തരം ഓപ്ഷൻ എ ബോയിൽ നിയമം. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ഓപ്ഷൻ എ ബോയിൽ നിയമം. നിർവീര്യലായകമായ ജലത്തിൻ്റെ pH മൂല്യം 7 ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്തു മാറ്റമുണ്ടാകുന്നു? നിർവീര്യലായകമായ ജലത്തിൻ്റെ pH മൂല്യം 7 ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്തു മാറ്റമുണ്ടാകുന്നു? ഓപ്ഷൻ എ 7 കൂടുന്നു, ബി 7 കുറയുന്നു, സി 7, ഡി ഇവയൊന്നുമല്ല.
ഉത്തരം ഓപ്ഷൻ ബി 7 കുറയുന്നു. നിർവീര്യലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റമുണ്ടാകുന്നു? ഉത്തരം ഓപ്ഷൻ ബി 7 കുറയുന്നു. 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ ഡെമീസ് ഹസൂബിസ്, ബി ജോൺ ജമ്പർ, സി ഡേവിഡ് ബേക്കർ, ഡി വിക്ടർ ആംബ്രോസ്. 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി ഡേവിഡ് ബേക്കർ. 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി ഡേവിഡ് ബേക്കർ. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഓപ്ഷൻ എ IUCN, ഓപ്ഷൻ ബി ISRO, ഓപ്ഷൻ സി നാസ, ഓപ്ഷൻ ഡി WWE. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഉത്തരം ഓപ്ഷൻ എ IUCN. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരിച്ചറിയുക. എ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. ബി പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. ഓപ്ഷൻ എ പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. ബി പ്രസ്താവന എ തെറ്റാണ്, എന്നാൽ ബി ശരിയാണ്. സി പ്രസ്താവന എയും ബിയും ശരിയാണ്. ഡി പ്രസ്താവന എയും ബിയും തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ സി പ്രസ്താവന എയും ബിയും ശരിയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? ഓപ്ഷൻ എ വിഷ്ണു വിനോദ്, ബി വികേഷ് പുത്തൂർ, സി സച്ചിൻ ബേബി, ഡി ബാസിൽ തമ്പി. ഉത്തരം ഓപ്ഷൻ ബി വികേഷ് പുത്തൂർ. 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി വികേഷ് പുത്തൂർ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന: വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലകൃഷ്ണ പണിക്കർ. VC ബാലകൃഷ്ണ പണിക്കരെ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയായിരുന്നു മലയാള വിലാസം. ഓപ്ഷൻ എ പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. ഓപ്ഷൻ ബി പ്രസ്താവന എ ശരിയല്ല, എന്നാൽ ബി ശരിയാണ്. ഓപ്ഷൻ സി പ്രസ്താവന എയും ബിയും ശരിയാണ്. ഓപ്ഷൻ ഡി പ്രസ്താവന എയും ബിയും ശരിയല്ല. ഉത്തരം ഓപ്ഷൻ ഡി പ്രസ്താവന എയും ബിയും ശരിയല്ല. ഉത്തരം ഓപ്ഷൻ ഡി പ്രസ്താവന എയും ബിയും ശരിയല്ല. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏത്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ബി കോട്ടയം, സി മലപ്പുറം, ഡി കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏത്? ഓപ്ഷൻ സി മലപ്പുറം. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏത്? ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏത്? ഓപ്ഷൻ എ ഇൻഫോടെക് പാർക്ക് മുംബൈ, ബി ഇൻഫോ പാർക്ക് കൊച്ചി, സി ടെക്നോ പാർക്ക് തിരുവനന്തപുരം, ഡി ഇലക്ട്രോണിക് സിറ്റി പാർക്ക് ബാംഗ്ലൂരു. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏത്? ഓപ്ഷൻ സി ടെക്നോ പാർക്ക് തിരുവനന്തപുരം. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏത്? ടെക്നോ പാർക്ക് തിരുവനന്തപുരം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരത്തിൽപ്പെട്ടത് ഏത്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരത്തിൽപ്പെട്ടത് ഏത്? ഓപ്ഷൻ എ വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുള്ള അധികാരം. ബി കൃത്യവിലോപം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാനുള്ള അധികാരം. സി അഴിമതിയിൽ ഏർപ്പെടുന്ന സർക്കാർ ജീവനക്കാരെ വിചാരണ ചെയ്യാനുള്ള അധികാരം. ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരത്തിൽപ്പെട്ടത് ഏത്? ഉത്തരം ഓപ്ഷൻ എ വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കുവാനുള്ള അധികാരം.
2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏത്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏത്? ഓപ്ഷൻ എ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സാമ്പിളുകൾ സൗജന്യമായി ലഭിക്കുവാനുള്ള അവകാശം. ബി വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം. സി ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം. ഡി ഉൽപ്പന്നത്തിൻ്റെ അവലോകനം സംബന്ധിച്ചുള്ള ചെലവുകൾ തിരികെ ലഭിക്കുവാനുള്ള അവകാശം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം. 2012 പോസ്കോ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? ഓപ്ഷൻ എ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ നേരിട്ടോ ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ നിരന്തരമായി തുടർച്ചയായോ പിന്തുടരുകയോ കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്യുന്നത്. ബി ആരെങ്കിലും ലൈംഗിക ഉദ്ദേശത്തോടെ ഒരു കുട്ടിയെ തൻ്റെ ശരീരമോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗമോ ആ വ്യക്തിക്കോ മറ്റേതെങ്കിലും വ്യക്തിക്കോ കാണാൻ കഴിയുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. ആരെങ്കിലും ലൈംഗിക ഉദ്ദേശത്തോടെ കുട്ടി കേൾക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും വാക്ക് ഉച്ചരിക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ കുട്ടി കാണണമെന്ന ഉദ്ദേശത്തോടു കൂടി ആംഗ്യം കാണിക്കുകയോ ഏതെങ്കിലും വസ്തുവോ ശരീരഭാഗമോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത്. ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏത്? ഓപ്ഷൻ എ കങ്കർ വാലി ദേശീയോദ്യാനം. ഓപ്ഷൻ ബി മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ. സി ചാസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ. ഡി മേൽ പറഞ്ഞത് എല്ലാം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മേൽ പറഞ്ഞത് എല്ലാം. കാങ്കർ വാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചാസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്ഥാനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഗാന്ധിജി. ബി ലക്ഷ്മണസ്വാമി മുതലിയാർ. സി ഡോക്ടർ രാധാകൃഷ്ണൻ. ഡി ഡോക്ടർ DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ DS കോത്താരി. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ഡിസംബർ 10. ബി ഡിസംബർ 1. സി ഡിസംബർ 25. ഡി ഡിസംബർ 24. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ ഡിസംബർ 10. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ഡിസംബർ 10. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ വാക്കുകളാണിവ? ഓപ്ഷൻ എ നെപ്പോളിയൻ. ഓപ്ഷൻ ബി മെറ്റർനിക്. ഓപ്ഷൻ സി റൂസോ. ഓപ്ഷൻ ഡി വോൾട്ടയർ. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ വാക്കുകളാണിവ? ഉത്തരം ഓപ്ഷൻ ബി മെറ്റർനിക്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ വാക്കുകളാണിവ? ഉത്തരം ഓപ്ഷൻ ബി മെറ്റർനിക്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ എ വാഗ്ബടാനന്ദൻ. ബി കുറുളി ചേകോൻ. സി ശ്രീനാരായണ ഗുരു. ഡി അയ്യങ്കാളി. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി കുറുളി ചേകോൻ. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി കുറുളി ചേകോൻ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ.